ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസ് ചിത്രങ്ങളായി ഇന്നലെയും ഇന്നുമായി 6ഓളം മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇന്നലെ സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ടോവിനോ തോമസ് നായകനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത് 2D 3D ഫോർമാറ്റിൽ പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് തന്നെയാണ് നിലവിൽ തിയേറ്ററിലെത്തിയ 6 സിനിമകളിൽ ഏറ്റവും മികച്ച പ്രതികരണം ലഭിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുമായി വമ്പൻ പ്രൊമോഷനോടെ സ്ക്രീൻ കൗണ്ടോടെ തിയേറ്ററിലെത്തിയ ARM ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 2,80,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ഈ സിനിമ 50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 3,30,00,000 രൂപയായിരുന്നു. ആദ്യ ദിവസം GCC ഓവർസീസ് കളക്ഷനായി 2,95,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 6,25,00,000 രൂപയാണ്. ആദ്യ ദിവസം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതോടെ ചിത്രത്തിന്റെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കളക്ഷനും ബുക്കിംഗും വളരെ വേഗത്തിൽ കൂടുന്ന കാഴ്ചയാണ് സംജാതമായത്. അതനുസരിച്ചുള്ള ട്രാക്കഡ് റിപ്പോർട്ടാണ് ഇന്നും കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമ 2,75,00,000, 3 കോടി റേഞ്ചിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 5.5 കോടിക്ക് മുകളിലാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തും സിനിമയ്ക്ക് ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനായി 3 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 6,25,00,000 മുതൽ 6,50,00,000 വരെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ തോമസ് ചിത്രം ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ 12 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് 30 കോടി രൂപയുമാണ്. ഇന്നലെ സെപ്റ്റംബർ 12 വ്യാഴാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ കിഷ്കിന്ധകാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ മത്സരിച്ചഭിനയിച്ച ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തത്. ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ 47 ലക്ഷം രൂപയായിരുന്നു. ചിത്രം മികച്ച അഭിപ്രായം നേടിയെടുത്തതോടെ രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് കൂടിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 70 ലക്ഷത്തോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ ഈ ആസിഫ് അലി സിനിമ 1,17,00,000 രൂപ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ ചിത്രത്തിന്റെ വിദേശ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഏകദേശം 5 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഓണം റിലീസ് ചിത്രങ്ങളിൽ നിലവിൽ 2ാം സ്ഥാനത്താണ്. ഓണം റിലീസായി ഇന്ന് തിയേറ്ററിലെത്തിയ 3ാമത്തെ മലയാള സിനിമ കൊണ്ടൽ ആണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത 80% കടലിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു റിവഞ്ച് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കൊണ്ടൽ. ശക്തമായ സംഘടന രംഗങ്ങളുള്ള മികച്ച ഒരു അടിപ്പടം എന്ന നിലയിൽ ഈ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് ഇന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസം ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത. സിനിമ അങ്ങനെ ഒട്ടും മോശമല്ലാത്ത തുടക്കം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. GCC രാജ്യങ്ങളിൽ ഇന്ന് സിനിമ റിലീസ് ചെയ്യപ്പെട്ടെങ്കിലും യൂറോപ്പിലെ റിലീസ് സെപ്റ്റംബർ 20 നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് ഓണം റിലീസായി തിയേറ്ററിലെത്തിയ 4ാമത്തെ മലയാള സിനിമ ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് ആണ്. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ റഹ്മാൻ, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, ബാല, അജു വർഗീസ്, ഹരിശ്രീ അശോകൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. മികച്ച ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമ എന്ന് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 15-20 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. അതനുസരിച്ചുള്ള ട്രാക്കഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ 4 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.